കാർബൺ സന്തുലിത ഒറ്റപ്പാലത്തിന് വേണ്ടി ആദ്യഘട്ട നടപടികൾക്ക് നഗരസഭയിൽ തുടക്കമാകുന്നു. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനും പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കാൻ വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ചേർന്ന പൊതുയോഗത്തിൽ തീരുമാനമായി. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് സംബന്ധിച്ച പ്രാഥമിക പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ആദ്യഘട്ടം തുടങ്ങുന്നത്. ഹരിത കേരള മിഷന്റെ സഹായത്തോടെ കാർബൺ സന്തുലിത പദ്ധതി നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യ തദ്ദേശ സ്ഥാപനമാണ് ഒറ്റപ്പാലം നഗരസഭ. പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ഒറ്റപ്പാലം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. വൈദ്യുത ഉപഭോഗം കുറയ്ക്കുന്നതിന് സോളാർ പദ്ധതിയുടെ പ്രചാരണം ഏറ്റെടുക്കും. പ്രത്യേക വാർഡ് സഭാ യോഗങ്ങൾ ചേരാനും റെസിഡൻസ് അസോസിയേഷനുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്താനും തീരുമാനമായി. പ്രാഥമിക പഠനത്തിൽ കഴിഞ്ഞ വർഷം നഗരസഭാ പരിധിയിൽ 50,974 ടൺ കാർബൺ പുറന്തള്ളിയെന്നായിരുന്നു കണ്ടെത്തൽ. നേരത്തെ പഠനം പൂർത്തിയാക്കിയതോടെ ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ ഒറ്റപ്പാലം സന്ദർശിക്കുകയും പഠന റിപ്പോർട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പൊതുയോഗം നടത്തി പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത്. പൊതുയോഗം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ കെ രാജേഷ് അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സെയ്തലവി, ഡോക്ടർ ശശി കോട്ടയിൽ, വിസ്മൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ, സുനിറ മുജീബ്, ടി ലത, ഫൗസിയ ഹനീഫ, സെക്രട്ടറി AS പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 8129005144.